ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും രഞ്ജൂസ് മീഡിയ ടെക്കിലേക്ക് സ്വാഗതം. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ക്വിസ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ജൂലൈ 21 പ്രത്യേകത എന്ത്? ചാന്ദ്രദിനം. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? സെലനോളജി. ലൂണ എന്ന പദത്തിന്റെ അർത്ഥം? ചന്ദ്രൻ. അന്താരാഷ്ട്ര ചാന്ദ്രദിനം എന്ന്? ജൂലൈ 20. എന്നാണ് ചാന്ദ്രദിനമായി ആചരിക്കുന്നത്? ജൂലൈ 21. ചന്ദ്രന്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ ഏത്? സെലനോഗ്രഫി. ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യനെ ഇറക്കിയ രാജ്യം? അമേരിക്ക. ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം? കറുപ്പ്. ചന്ദ്രനിലെ ആകാശത്തിന് കറുപ്പ് നിറം ആവാൻ കാരണമെന്ത്? ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട്. അമ്പിളി അമ്മാവ താമരക്കുമ്പിളിൽ എന്തുണ്ട്? പ്രശസ്തമായ ഈ വരികൾ എഴുതിയത് ആര്? ONV കുറുപ്പ്. ബഹിരാകാശത്ത് എത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെ? റേഡിയോ സന്ദേശങ്ങൾ വഴി. വിക്രം സാരാഭായി സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം എവിടെ? തുമ്പ, തിരുവനന്തപുരം ജില്ലയിലാണ്. ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദ്യ ബഹിരാകാശ പേടകം? ചന്ദ്രയാൻ. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം? അപ്പോളോ 11. ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്ന പേര്? റിഗോലിത്ത്. അപ്പോളോ 11 ബഹിരാകാശ സഞ്ചാരികൾ ആരെല്ലാം? നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കൽ കോളിൻസ്. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി? നീൽ ആംസ്ട്രോങ്. രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി? എഡ്വിൻ ആൾഡ്രിൻ. അപ്പോളോ 11 നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി? മൈക്കൽ കോളിൻസ്. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം? ഏപ്രിൽ
12. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ്. വിക്രം സാരാഭായ്. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണം. മൂൺ മിനറോളജി മാപ്പർ. ജൂലൈ 14 ഏത് പേടകം വഹിച്ചുകൊണ്ടാണ് റോക്കറ്റ് ഉയർന്നത്? ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 3 പേടകം വഹിച്ചുകൊണ്ട് പോയ റോക്കറ്റ് ഏത്? LV-M3 M4. 2013 ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച പേടകം ഏത്? ലാഡി. ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ അറിവുകൾ പകരുന്ന പുത്തൻ വീഡിയോകളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. താങ്ക് യു.